ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു വികസന മുരടിപ്പിൻ്റെ കഥ. കേരളത്തെ വികസനത്തെപ്പറ്റി ആരോട് സംസാരിച്ചാലും ആദ്യം പറയുന്ന 5 കാര്യങ്ങളിൽ ഒന്നായിരിക്കും കൊച്ചി മെട്രോ. ഉമ്മൻചാണ്ടി മന്ത്രിസഭ ആരംഭിച്ച് അവർ തന്നെ ട്രയൽ റണ്ണും പൂർത്തിയാക്കി ഇറങ്ങിയ കൊച്ചി മെട്രോ. പിന്നീട് പിണറായി വിജയൻ്റെ ആദ്യത്തെ മന്ത്രിസഭ അത് കാര്യമായി ഉദ്ഘാടിച്ചു. തീർത്തും മര്യാദയില്ലാത്തൊരു പ്രവൃത്തിയായി അന്ന് ഉമ്മൻചാണ്ടിയെ വിളിക്കാതിരുന്നത് ഇപ്പോഴും ഓർമ്മിക്കപ്പെടുന്നു. അന്നാണല്ലോ നമ്മൾ ആദ്യമായി കുമ്മനടിയൊക്കെ കണ്ടു തുടങ്ങിയത്. പറഞ്ഞു വരുന്നത് അതല്ല. കൊച്ചിയുടെ വികസനവും ഉറപ്പു തന്ന് അധികാരത്തിലേറ്റ പിണറായി മന്ത്രിസഭ കൊച്ചി മെട്രോയെ എവിടെ കൊണ്ടെന്ന് എത്തിച്ചിരിക്കുന്നു. അന്നുണ്ടായിരുന്നത് അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. മോശം പറയരുതല്ലോ, ലാഭത്തിൽ തന്നെ. പക്ഷെ കൊച്ചിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും മെട്രോ വികസിപ്പിക്കുമെന്നും യാത്ര സുഗമമാക്കുമെന്നും പറഞ്ഞ പിണറായിക്ക് കഴിഞ്ഞ 9.5 വർഷമായിട്ടും അത് സാധിച്ചിട്ടില്ല. കാക്കനാട് ഭാഗത്തേക്ക് കുറേ തൂണുകൾ പൊക്കിയതല്ലാതെ കഴിഞ്ഞ 9.5 വർഷം ഒന്നും ചെയ്തില്ല. സൈബർ കടന്നലുകൾ ഇടത് സർക്കാരിൻ്റെ മേന്മയ്ക്കായിട്ട് കൊണ്ടുവരുന്ന വാട്ടർ മെട്രോ ഒരു വിധത്തിലും കൊച്ചി മെട്രോയോട് കിടപിടിക്കാൻ സാധിക്കുന്നതല്ല. സ്ഥലം ഏറ്റെടുക്കണ്ട, അനുമതികൾ വേണ്ട, പുതുതായി ഒന്നും ചെയ്യണ്ട. കൊച്ചി ഇന്ന് സീപോർട്ട് എയർപോർട്ട് റോഡിലും മറ്റും അനുഭവിക്കുന്ന അഭൂതപൂർവമായ ട്രാഫിക്കിന് കാരണം ഈ ഇടതുപക്ഷ സർക്കാരല്ലേ. ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം കൊണ്ട് ആദ്യഘട്ടം പൂർത്തിയാക്കിയ പദ്ധതി കഴിഞ്ഞ 9.5 വർഷമായിട്ടും അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഓർത്തെടുക്കേണ്ടതെല്ലാം, ഇല്ലെങ്കിൽ ഇതിലും വലുത് നമ്മൾ കാണേണ്ടി വരില്ലേ.